സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. 1 2 3 4 വിപ്ലവം വിജയിച്ച ദിവസം മുതൽക്ക് അവിടെ ഇന്ത്യ വിരുദ്ധ വികാരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു വിരുദ്ധ വികാരം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളുടെ ആരാധനാലയങ്ങൾക്കും അവരുടെ വീടുകൾക്കും കടകൾക്കും വ്യക്തികൾക്കും നേരെ ആക്രമണങ്ങൾ തുടരുകയാണ്. അപ്പോൾ ഇപ്പോൾ അത് കുറച്ചും കൂടി ഒരു മൂർത്ത രൂപം കൈക്കൊണ്ടിരിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി മന്ത്രിസഭയിൽ ചേരാൻ വിസമ്മതിച്ചു. അവർക്ക് മന്ത്രിസ്ഥാനം വേണ്ട, അവർക്ക് ഗുണ്ടായിസം നടത്താനുള്ള സ്വാതന്ത്ര്യം മാത്രം മതി. എന്നിട്ട് നോബൽ സമ്മാന ജേതാവായ ഒരു കൊജ്ഞാണൻ എന്ന വാക്ക് മതിയാകില്ല അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ, ഒരു കിഴങ്ങനെ അവിടെ പിടിച്ച് ഇടക്കാല ഭരണാധികാരിയിട്ട് വെച്ചു. അപ്പോൾ ആര് നോക്കിയാലും കൊള്ളാമല്ലോ, നോബൽ സമ്മാന ജേതാവാണ്, ചില്ലറക്കാരനൊന്നുമല്ല. തനിക്കെന്താ ഇക്കാര്യം? എങ്ങനെയെങ്കിലും ശത്രുപാളയത്തിൽ നുഴഞ്ഞു കയറി രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാമെന്ന് കരുതിയ 3 മാസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തും എന്നാ പറഞ്ഞത്. 3 കൊല്ലത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കില്ല. അതുകൊണ്ട് ഇപ്പം എന്താ? കാരണം ഇവരുടെ ഗുണ്ടായുസം തുടരണം. അവസാനത്തെ അവാമി ലീഗുകാരനെ തല്ലിക്കൊള്ളണം. അവസാനത്തെ ഹിന്ദു വരെ ജീവനും കൊണ്ട് ഇന്ത്യയിലേക്ക് പോകണം. ഇതാണ് അവരുടെ ഉദ്ദേശം. എങ്ങനെ മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് കോമൺ സെൻസ്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ അടുപ്പുകൂട്ടി ചർച്ചയിൽ പറയും അവിടെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്, അവരുടെ വിദ്യാർത്ഥി വിഭാഗമാണ്, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് ഞങ്ങളാണ്. കാവൽ നിൽക്കുന്നത് എങ്ങനെയാണ്? ഇവരാദ്യം വന്ന് കാവൽ നിൽക്കും, എന്നിട്ട് അവർ തന്നെ വന്ന് അതിൻ്റെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യും. അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇവർ തന്നെ വന്നിട്ട് തല്ലിപ്പൊളിക്കും. ഇതാണ് അവരുടെ പരിപാടി. ഒരു പ്രത്യേക ജീവിതമല്ലേ? ഇതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ പാകിസ്ഥാനിലും കാശ്മീരിലും ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗുണ്ടായുസം അവിടെ തുടരുകയാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യ വിരുദ്ധ വികാരം ശക്തിപ്പെടുത്താൻ വേണ്ടി ഇവർ ചെയ്ത ഒരു വിക്രിയ കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതായത് ഡാക്ക യൂണിവേഴ്സിറ്റിയിലും അവിടെയുള്ള പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊക്കെ അതിൻ്റെ പടിവാതിൽക്കൽ ഇന്ത്യയുടെ ദേശീയ പതാക നിലത്ത് പതിച്ചിരിക്കുകയാണ്. അതിൽ ചവിട്ടിയിട്ട് വേണം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ പ്രവേശിക്കാൻ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ ചവിട്ടി കഴിഞ്ഞ് ഇവർക്ക് വലിയ രോമാഞ്ചം ഉണ്ടാവും. ഇത് തന്നെ സംഭവിക്കും കേരളത്തിലും അധികം വൈകാതെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും അല്ലെങ്കിൽ ജിഹാദികൾക്ക് മേൽക്കൈയുള്ള മറ്റ് സ്ഥാപനങ്ങളിലുമൊക്കെ ഇന്ത്യയുടെ ദേശീയ പതാക നിലത്തിട്ട് അതിൽ ചവിട്ടി ഈ വിദ്യാർത്ഥികൾ അകത്ത് പ്രവേശിക്കുന്ന ദൃശ്യം കാണാനായിട്ട് അധികം ദിവസം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അടുപ്പൂട്ടി ചർച്ച നടത്തി ദേശീയ പതാകയിൽ ചവിട്ടാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടെന്നും അത് ലോക ജനാധിപത്യത്തിന് അനിവാര്യമാണെന്നും ദാവൂദ് സാഹിബ് പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും. ഒരു സംശയവും വേണ്ട, കുറച്ച് ദിവസം കൂടി കാത്തിരിക്കും. അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? ഇതാണ് ആളിറങ്ങാൻ വൈകി കഴിഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോ. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.